ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാങ്കിങ് സെക്ടറിൽ തന്നെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിലെ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. 1000 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ 1000 വാക്കൻസീസ് ആണ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം പോസ്റ്റിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 13 ജനുവരി തൊട്ട് 20 ഫെബ്രുവരി വരെയാണ് ഡേറ്റ് വരുന്നത്. 13 ജനുവരി തൊട്ട് 20 ഫെബ്രുവരി വരെയാണ് ഡേറ്റ് വരുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ CBT എക്സാമിനേഷന് ഒരു ഇന്റർവ്യൂ ആണുള്ളത്. ഒരൊറ്റ ടയർ എക്സാമിനേഷൻ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത്. അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് ഓഫീസർ വാക്കൻസി അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാറ്റഗറി ബേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UR കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 405 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 405 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. OBCക്ക് ആണെങ്കിൽ 270 വാക്കൻസി ഉണ്ട്. SCക്ക് ആണെങ്കിൽ 150ഉം STക്ക് 75ഉം EWS കാൻഡിഡേറ്റ്സിന് 100 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ ഈ ഒരു റിക്രൂട്ട്മെന്റിനായിട്ട് കാറ്റഗറി വൈസ് അത്യാവശ്യം നല്ല വാക്കൻസി ഉണ്ട്. URന് 405ഉം EWSന് 100ഉം OBCക്ക് 270ഉം SCക്ക് 150ഉം STക്ക് 75 വാക്കൻസിയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അഥവാ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ SC ST PWD വിമൻ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 150 രൂപയാണ് പറയുന്നത്. പ്ലസ് GST എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന എല്ലാ ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും എല്ലാം എന്താണ് 750 രൂപയാണ് വരുന്നത്. പ്ലസ് GST കാണും കേട്ടോ. അപ്പോൾ 750 ആണ് OBC ജനറൽ കാൻഡിഡേറ്റ്സിന്. വിമൻ SC ST PWDനെ ആണെങ്കിൽ 150 രൂപയാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഏജ് ലിമിറ്റ്, എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം. ദ മിനിമം ഏജ് ലിമിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഓഫീസർ ഈസ് 20 ഇയേഴ്സ് ആണ് കേട്ടോ. 20 വയസ്സാണ് ചോദിക്കുന്നത്. എപ്പോഴും ബാങ്കിങ് ഫീൽഡിൽ എപ്പോഴും എന്തായിരിക്കും എന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഒരു 20 വയസ്സ് തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. മാക്സിമം 30ഉം 20 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SC STക്ക് ആണെങ്കിൽ എത്ര വരെ അപ്ലൈ ചെയ്യാം? 35 വയസ്സ് വരെയും. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്ന എന്താണ്? ഡിഗ്രി തന്നെയാണ് അല്ലേ. നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. പക്ഷെ മാർക്ക് ശ്രദ്ധിക്കണം. 60% ആയിരിക്കണം നമ്മുടെ ജനറൽ OBC കാൻഡിഡേറ്റ്സിന്. SC ST കാൻഡിഡേറ്റ്സിന് SC ST OBC PWD കാൻഡിഡേറ്റിന് 55%. അതേസമയം 60% ആർക്കാണ്? ജനറൽ കാൻഡിഡേറ്റ്സിനും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. SC ST OBC PWDന് 55ഉം ജനറൽ കാൻഡിഡേറ്റ്സിന് 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സെലക്ഷൻ? ഓൺലൈൻ എക്സാമിനേഷനും പിന്നെ ഒരു ഇന്റർവ്യൂ ആണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഓഫീസർ ആവുക. ഇതുപോലെ പല ബാങ്കുകളിലും ഇങ്ങനെ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ എക്സാമും ഇന്റർവ്യൂവും പാസ്സായവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? The candidates who qualify all these stages will have to undergo a 1-year postgraduate diploma. 1-year postgraduate diploma നിങ്ങൾ ചെയ്യണം. അവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു 2 സ്റ്റെപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോഴ്സ് അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 വർഷത്തിന്റെ എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, PDD BF എന്ന് പറയുന്ന ഈ സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് 1 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ദ കാൻഡിഡേറ്റ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ബാങ്ക് ആസ് പെർമനന്റ് എംപ്ലോയീസ്. ഇത് കഴിയുമ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി നിങ്ങൾ സെറ്റായാൽ മാത്രമേ നിങ്ങൾ പെർമനന്റ് എംപ്ലോയീസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നിങ്ങളിപ്പോൾ എക്സാം എഴുതി ക്വാളിഫൈ ആയി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ ക്വാളിഫൈ ആയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. നിങ്ങൾ 1 വർഷത്തിന്റെ ആ ഒരു കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പെർമനന്റ് എംപ്ലോയീസ് ആയിട്ട് അവരെന്ത് ചെയ്യത്തുള്ളൂ? അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് 5 years. എന്നാൽ 5 വർഷം നിങ്ങൾ ഈ ഒരു ബാങ്കിൽ, നിങ്ങൾക്ക് അറിയാലോ ബാങ്കിങ് സെക്ടറിന്റെ റിസ്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ 5 വർഷം നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1 വർഷം പഠിക്കുമ്പോൾ
പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ കെട്ടി വെക്കേണ്ടി വരും. കാരണം PG ഡിപ്ലോമയാണല്ലോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ ആരാ കൊടുക്കേണ്ടത്? നമ്മളാണ് കൊടുക്കേണ്ടത് കേട്ടോ. സ്റ്റുഡൻസ് ആണ് കൊടുക്കേണ്ടത്. ആരാണോ പഠിക്കുന്നത് അവരാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണോ ജോലി ചെയ്യാൻ നിൽക്കുന്നത് അവരാണ് കൊടുക്കേണ്ടത്. അവർ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അതെന്ത് ചെയ്യും, ഈ 5 വർഷം കഴിഞ്ഞിട്ട് ആ 5 വർഷം നിങ്ങൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത എഡ്യൂക്കേഷൻ ഫീസ് ഉണ്ടല്ലോ, ട്യൂഷൻ ഫീസ് പോലെയുള്ള സംഭവം, GST ഒന്നുമല്ല, ട്യൂഷൻ ഫീസ് പോലെയുള്ള ബാക്കി ബുക്കിനൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 5 വർഷം കഴിയുമ്പോൾ അവർ തിരികെ തരുമെന്നാണ് പറയുന്നത്. എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് GST ആപ്ലിക്കബിൾ ആണ് കോഴ്സ് ഫീ. അപ്പോൾ കോഴ്സ് ഫീ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ ആയിരിക്കും. അത് ആ ഒരു ഫണ്ട് തന്നെയാണ്, അത് കൃത്യമായി ശ്രദ്ധിക്കുക. അത്രയും ഫണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഡ്യൂക്കേഷൻ, ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ലോൺ പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്ത് തരും. എന്നിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ച് റിയംബേഴ്സ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പോസിബിലിറ്റി എല്ലാം അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ടു ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ഓൺലി ദ കോഴ്സ് ഫീ വിൽ ബി റീംബേഴ്സ്ഡ് ആൻഡ് നോ അതർ അഡീഷണൽ ചാർജ് എന്ത് ചെയ്യത്തില്ല, അവർ തരത്തില്ല എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ പെർമനൻറ്റ് എംപ്ലോയീസ് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എങ്ങനെയാണ് ആ ഒരു സെക്ഷൻ വരുന്നത്, നമ്മുടെ എക്സാമിനേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സെക്ഷൻസ് തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ്, മാത്സ് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് GK 30 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടലി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ് വരുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലാണ് വരുന്നത്. ഓരോന്നിനും ഓരോ ടൈം അവർ എടുത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്. ഈ 4 സബ്ജക്റ്റ് തന്നെയാണ് 30 ക്വസ്റ്റ്യൻസ് വെച്ച് 4 സെക്ഷൻസ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട് 120 മാർക്കിന്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ലെറ്റർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ എസ്സേയോ എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് നിങ്ങളടുത്ത് എഴുതാനായിട്ട് പറയുന്നതാണ്. അതിൽ 2 ക്വസ്റ്റ്യൻ കാണും 30 മാർക്കിന് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണും. നിങ്ങൾക്ക് ഒരു ക്വാളിഫയിങ് മാർക്സ് അതിൽ നിന്ന് നിങ്ങൾ നേടേണ്ടിയും വരും. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ, നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നോർമലി ബാങ്കിങ് സെക്ടറൊക്കെ പഠിക്കുന്നവരാണ്, ബാങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ചാൻസ് ആണെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പഠിച്ച് നിങ്ങൾ ആ ഒരു പോസിബിലിറ്റി കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഫീസും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് അടുക്കാറായി, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി ഇവിടെ കാണുന്നുണ്ടായിരിക്കും 48,000 നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഒരു 50,000 അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 85,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ സാലറി അത്യാവശ്യം നല്ലതാണ്. ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് അലവൻസ് ഉണ്ടെങ്കിൽ പോലും സാലറി അത്യാവശ്യം സെറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബേസിക് പേ 48,000 നിന്ന് തുടങ്ങി 85,000 വരെ കിട്ടുന്ന ഒരു ബേസിക് പേ ആണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ. ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ടാബ് വരും. ആ റിക്രൂട്ട്മെന്റിൽ കയറുമ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റാണ് വരുന്നത്. PGDBF എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ പാസിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 30-ന് 20-ന് സ്റ്റാർട്ട് ചെയ്തു. 7-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ കാര്യം എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ടാണ് നിങ്ങൾ ഇതിൽ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ കോഡും പാസ്വേഡും എല്ലാം കൊടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പുതിയൊരു ലോഗിൻ ഐ ഡി ആവും. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് വയ്ക്കുക, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ പേയ്മെന്റ് ഫീസും അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യും, സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒന്നും കൂടെ അന്വേഷിച്ച് നിങ്ങൾ ഓക്കെ ആണ്, ഇതിലേക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. നല്ലൊരു സാലറി പാക്കേജിംഗ് ആണ്. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഓൺലൈൻ എക്സാം, ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന്റെ കോഴ്സും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ആവും എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.